ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏപ്രിൽ 13, നാളെയാണ് വിഷു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു. നാളത്തെ വിഷു നാളെ പറയാലോ. അപ്പം നമ്മ വിഷുരുക്കങ്ങളെല്ലാം എല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവരും വിഷു എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് ആഘോഷിച്ചോ എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ പറയണേ. അപ്പം നമുക്ക് ഇപ്രാവശ്യം കാര്യമായിട്ട് സെലിബ്രേഷൻ ഒന്നുമില്ല. നമ്മളെ ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു അച്ഛൻ്റെ കുടുംബത്തിൽ. അതുകൊണ്ട് വലിയ ആഘോഷിക്കുന്നൊന്നുമില്ല, ആഘോഷങ്ങളൊന്നുമില്ല. എന്നാലും കുഞ്ഞുമക്കളുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് അവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമല്ലോ. അപ്പം നെച്ചൂട്ടി അപ്പുറത്തും ഇപ്പുറത്തും നല്ല സൗണ്ട് കേൾക്കുമ്പോഴേ പറയുന്നുണ്ട്, അമ്മയും വിഷുവിന് അങ്ങനെ ആക്കണ്ടേ ഇങ്ങനെ ആക്കണ്ടേ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇപ്പോൾ തലേന്ന് ശ്രീചേച്ചി ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട്. ഒന്നാമത് അമ്മക്ക് വയ്യ, അമ്മക്ക് പനിയാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു മൂഡ് ഓഫ് ആണ്. നാളത്തേക്ക് ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഏട്ടനും തക്കുടും എല്ലാം എത്തിയത് നിങ്ങൾ കണ്ടല്ലോ, അവരും ഉണ്ട്. തക്കുടൂൻ്റെ വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. തക്കുടൂൻ്റെ അമ്മ അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുവേ. അപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തക്കുടു രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതെല്ലാമാണ് അപ്ഡേറ്റ്സ്. അപ്പം നമ്മുടെ കുഞ്ഞ് ആഘോഷങ്ങളില്ലാത്ത ഒരു വിഷു ദിവസം എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാം. നീൻ കായാമ്പൂ വന്നതല്ലേ, നീൻ വിഷുവായിട്ട് എന്തെല്ലാം പരിപാടി? കളി കാണാൻ വെക്കുന്നുണ്ട്. അതെയാ? പിന്നെ പാലെല്ലാം വെക്കുന്നുണ്ട്. പാലല്ല പഴം. പിന്നെന്തെല്ലാം കണി കാണാൻ വെക്കുക? ഉണ്ണിയപ്പം, പഴം, മുന്തിരിങ്ങ, വാട്ടർമെലൺ വെക്കും. ഫ്രൂട്ട്സ് പിന്നെ പച്ചക്കറി. പിന്നെ വെള്ളം. എന്തിനാ വെള്ളം വെക്കൂല, കുടിക്കാൻ? പൈസ. പിന്നെ കണ്ണാടി വെക്കും. പിന്നെ വെള്ളം വെക്കുന്ന നിച്ചോടുന്ന കണ്ടേ. എൻ്റെ നാട്ടിൽ വെള്ളം വെക്കലുണ്ട്. ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെക്കലുണ്ട് അമ്മമ്മ. മണ്ണിൻ്റെ കുടത്തിൽ വെള്ളം അത് തൊട്ടിട്ട് കൈക്ക് എല്ലാവർക്കും ഇങ്ങനെ ആക്കിയിട്ടാണ് അമ്മമ്മ അപ്പം ഉണ്ണിയപ്പം ഇങ്ങനെ നിറയെ വാരിയിൽ കയ്യിൽ വെച്ച് തരും കണി കാണുന്ന സമയത്ത്. പക്ഷെ ഇങ്ങോട്ടൊന്നും അങ്ങനൊന്നും കണ്ടിട്ടില്ല. പിന്നെ നെച്ച് ഇതുവരെ കണ്ടിട്ടില്ല. അത് ഇപ്പൊ കള്ളിപ്പൂച്ചേ. പിന്നെന്നാ വിഷുവിന് പരിപാടി പറ? ലൈറ്റ് അല്ല, എന്നാ ലൈറ്റ് കത്തിക്കല. അതെയാ? കളിപ്പെണ്ണെ. സദ്യ ആക്കണ്ടേ വിഷുവിന്? നാളെ സദ്യ വേണ്ടേ? വേണോ? എല്ലാവർക്കും ഹാപ്പി വിഷു പറയുന്ന തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ ശ്രീചേച്ചി വന്നിട്ടുണ്ട്. അപ്പൊ ശ്രീചേച്ചി ഇവിടെ പച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. വെച്ചോ. ശ്രീചേച്ചി ഓൾറെഡി തുടങ്ങിയാക്കാൻ വേണ്ടിട്ടേ. ഞാൻ പകുതിക്കുന്നാണ് പറഞ്ഞത്. അയ്യോ എനിക്ക് വീഡിയോ എടുക്കണം എന്ന്. കുമ്പളം നേരത്തെ വേവിച്ച് വെച്ച് എന്നിട്ട് ഇപ്പൊ തൈര് ഒഴിച്ചല്ലേ? അത്രയെല്ലാം ആക്കിച്ചല്ലോ. 2 പാക്കറ്റ് തൈര്. വർത്താനം പറയണേ. പറ ശ്രീചേച്ചി. ഇത്രയും നേരം വർത്താനം പറയുന്നുണ്ട്. അതിന് ക്യാമറ ഓൺ ആക്കുമ്പോഴേക്ക് ശ്രീചേച്ചി സൈലന്റ് ആയി. 2 പാക്കറ്റ് തൈരും തേങ്ങ ഒഴിച്ചിട്ടില്ലല്ലോ. നമ്മള് പണ്ട് ഇട്ടിന് തോന്നുന്നു പച്ചടിന്റെ അല്ലേ? കഴിഞ്ഞ വിഷുവിനോ ഓണത്തിന് എങ്ങാണ്ട് ഇട്ടിന് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ശ്രീചേച്ചിന്റെ പച്ചടി. തേങ്ങയും ഇതെന്തെല്ലാന്ന്? പച്ചമുളകും ഇഞ്ചിയും. തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അരച്ച് വെച്ചതാണ്. അതും കൂടെ മിക്സ് ചെയ്ത് ഒച്ചയാക്കലണേ. ഇത് വാച്ച് ഒച്ചയാക്കുന്നുണ്ടല്ലോ കളിക്കണ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയാല് പച്ചടി റെഡിയായി. ലാസ്റ്റ് വറവിലിടണം. പുളിപ്പെണ്ണാണത്. ടേസ്റ്റ് ഉണ്ടാ? പുളിയുണ്ടാ? ഉപ്പുണ്ടാ? എന്നാ വേണ്ടേ? ഉപ്പ് കുറച്ചിടണ? അവള് കറക്റ്റ് ആയിട്ട് പറയും. ചിലപ്പം ഉപ്പ് കുറവില്ല സാധനത്തിനെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇതിന് ഉപ്പില്ല അമ്മ, ഇതിന് പുളി വേണമെന്നെല്ലാം ഉണ്ടാവും ചിലപ്പോ പറയുന്നത്. ഭയങ്കര പുളിയുണ്ട്.
ഡയറക്റ്റ് ആയിട്ട് പറയാം. ആദ്യം അമ്മ പറയും നമ്മൾ പറയുന്ന എടുത്ത് വെറുതെ പറയുന്നതാണെന്ന്. ഇവിടെ അമ്മമ്മന്റെ ആളായിരിക്കും പുളിന്റെ തൈരും പുളിയെല്ലാം തൊട്ട് നോക്കാൻ ഇഷ്ടമാണ്. ഇനി പച്ചടിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയും തേങ്ങയും വറ്റൽമുളകും കടുകും കറിവേപ്പിലയും. കടുക് ചതച്ചിടൂലല്ലോ, ശീലിച്ച് ചതച്ചിടില്ലല്ലോ. തേങ്ങ വെറുതെ ഒതുക്കിയിട്ടിനെ. തേങ്ങന്റെ കൂടെ കുറച്ച് കടുക് എടുത്തിനല്ലേ. ശീലിച്ച് ഇന്നാള് ബോംബെ പോയിട്ടുണ്ടായിനെ. പൂനെയില് പോയിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആടെ പോയിട്ട് അപ്പൊ ആ വീട്ടിലുള്ള കുട്ടിക്ക് നമ്മളെ വീഡിയോ കാണുന്നതാണ് അല്ലേ. എന്ത് പേരെന്താണ്? അമൃത. ഇത് പറഞ്ഞു വിട്ടാ വന്നിട്ട് അന്വേഷണം പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പൊ അതിന്റെ വിശേഷം എല്ലാം പറഞ്ഞു വന്നിട്ട് വീഡിയോ നമ്മളെ വീഡിയോ അവര് കണ്ടോണ്ടിരിക്കുമ്പോ ശീലിച്ച് കണ്ടതല്ലേ. ഞാൻ കണ്ടോണ്ടിരിക്കണോ? അവര് പറഞ്ഞത്. അതിന്റെ വിശേഷം എല്ലാം പറഞ്ഞു, അന്വേഷണം പറയാൻ പറഞ്ഞെല്ലാം പറഞ്ഞു. ചിലപ്പോ അമൃത കാണുന്നുണ്ടെങ്കിൽ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഷീജേച്ചിൻ്റെ പച്ചടിയെല്ലാം റെഡി ആയിട്ട് അങ്ങ് പോയപ്പോൾ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിന്. അപ്പം ഞാൻ വേഗം ഗോതമ്പ് ഇലയടി ഉണ്ടാക്കി. പെട്ടെന്ന് തന്നെ നമുക്ക് ആവുമല്ലോ, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായക്ക് എല്ലാവർക്കും കൂടി എടുക്കാമല്ലോ. അന്ന് വാങ്ങിയ സൈക്കിൾ ഇതാ നീച്ചു ഇങ്ങനെ കുറച്ചൊന്ന് ഏലായി വരുന്നുണ്ട്. ഇന്നലെ ഒന്ന് ഓടിച്ചിട്ട് അതാണ് ആ ഫസ്റ്റത്തെ ദിവസം കുറച്ചും കൂടെ ഒന്ന് ഏലായിന്. ഇനി അത് മേലെ വെക്കാനുള്ളൊരു ധൈര്യം കിട്ടിയത് ആ കാല്. ഇനി അമ്മയും അച്ഛയും പിള്ളച്ചും വലിയ പൊരിച്ചിട്ട് നമ്മ കമ്പിത്തിരി കത്തിക്കും. ഇതാ ഇതാ കത്തിക്കാനായാ? കത്തിക്കാനായാ? കുറിയാ? തീപ്പെട്ടിയല്ലേ? നെച്ചുന്റെ അതില് കത്തിക്കേട്ടാ. നെച്ച് പേടിക്കണ്ട, ഒന്നും ആവൂല. നെച്ച് പിടിച്ചോ? നെച്ച് പിടിച്ചോ? ഒന്നും ആവൂല മൊന്ന. അവിടെ എത്തുമ്പോ സ്റ്റോപ്പ് ആവും. അത് കത്തിച്ചോ? ആടെ എത്തുമ്പോ നിർത്തും വാവേ. രണ്ട് കൈയിലും പിടിച്ചിട്ടോ. കുഴപ്പമില്ല. അടുത്തോട്ട് വരുമ്പോ എന്റെ മോക്കിന്നാ എന്റെ മോക്കിന്നാ വാ. നീച്ചേണ്ടത് അനക്കണ്ടാവോ? ഇതവിടെ ഇടുന്നെല്ലാം വലിയ ഇങ്ങനെ പിടിച്ചില്ല, അപ്പൊ ആവൂല. നിന്റെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നാണ് കിടന്നിട്ടാ. ഞങ്ങളിവിടെ ആ പടക്കം പൊട്ടാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അപ്പയും മോള് പറയുന്നുണ്ട് അച്ഛൻ നമുക്കും പടക്കം മേടിക്കണ്ടേന്നല്ല. പക്ഷെ പടക്കമൊന്നും മേടിച്ചിട്ട് ആ മോക്ക് മാത്രം വേണ്ടിയിട്ട് ഒരു 2 പാക്കറ്റ് കമ്പിത്തിരി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, അവിടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടെ കത്തിക്കുമെന്ന്. നിച്ചുട്ടിക്ക് ആദ്യമെല്ലാം ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ പിന്നെ ആകുമ്പോഴേക്ക് ശരിയായിട്ട് ലാസ്റ്റ് കഴിയാനെല്ലാം ആകുമ്പോഴേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ആക്റ്റീവ് ആയിട്ടുണ്ട് ആള്. പക്ഷേ മോളെ സന്തോഷം കാണുമ്പോൾ ആയിട്ട് ശരിക്കും നമുക്ക് സന്തോഷം. എൻ്റെ ആയിട്ട് നമ്മൾ പോയിട്ട് വീണ്ടും മേടിച്ചിട്ട് വരാമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. ഭയങ്കര ഫ്യൂംസും അല്ലേ ഇതിന്. ആ ഒരു ആവേശത്തിന് ഞാൻ ആദ്യമെല്ലാം വേണ്ട, കത്തിക്കണ്ട, പുകയല്ലേ, വാവക്ക് പ്രശ്നമല്ലേ എന്നെല്ലാം പറഞ്ഞ്. പക്ഷേ ആ ഒരു ഇത് കാണുമ്പോൾ പിന്നെ കത്തിക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല. അങ്ങ് കയറി അങ്ങ് കത്തിച്ചു. അപ്പോൾ ജസ്റ്റ് കമ്പിത്തിരിയെല്ലാം കത്തിച്ച് ഫുഡും കഴിച്ചു കേട്ടോ. സാധാരണ നമ്മൾ തലേ ദിവസം തന്നെ പച്ചക്കറിയെല്ലാം മുറിച്ച് സെറ്റാക്കി വെക്കലുണ്ട്, നിങ്ങൾ കാണുന്നതല്ല വ്ളോഗ്സിൽ. പ്രാവശ്യം പിന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും മുറിക്കാനൊന്നുമില്ല. എന്നാലും ഉള്ളത് ഇന്ന് തന്നെ മുറിച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും എളുപ്പമാവുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ കണീൻ്റെ കുറച്ച് സാധനങ്ങൾ സെറ്റാക്കുകയും വേണം. അതെല്ലാമാണ് ഇനിയത്തെ പരിപാടിയിലുള്ളത്. സമയം ഇപ്പം 8:30 കഴിഞ്ഞോട്ടെ, 3:45 ആവാനായിട്ടുണ്ട്. വേഗം അതും കൂടെ ചെയ്യട്ടെ. തക്കടൂൻ്റെ അമ്മേൻ്റെ നല്ല സ്പെഷ്യൽ ഉണ്ണിയപ്പാണ്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം. നല്ല സ്മെല്ല് കാണുമ്പോൾ തന്നെ കളറ് നല്ല കളറായിട്ടുണ്ട്. സെറ്റായിട്ട് സാമ്പാറിന് എന്തെല്ലാം വേണ്ടത് കേട്ടോ? എല്ലാം വേണം. സാമ്പാർ അവിയലിനോ എല്ലാം വേണം. കാര്യമായിട്ട് നോക്കുന്നുണ്ട്. എന്താ
പിന്നെ നമ്മൾ കട്ടിങ് പരിപാടി ആരംഭിച്ചു. ഓരോ സെക്ഷനായിട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ മുറിക്കുകയാണ് ചെയ്യുക. അവിയലിന് എല്ലാം മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റും, സാമ്പാറിൻ്റെത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ ഓരോന്നാക്കി മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എളുപ്പമായിരിക്കും. ഓരോന്നിൻ്റെ സാധനങ്ങളും എടുത്ത് കുക്കറിലിടുക, അടിക്കുക, അങ്ങനെ സെറ്റാക്കി വെച്ചാൽ മതി. ഷീജേച്ചി വന്നപ്പോൾ നല്ലോണം കുറേ തേങ്ങ ചിരണ്ടി വെച്ച് വന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് അത് ഭയങ്കര എളുപ്പമായി. തേങ്ങ അരച്ച് കൂട്ടേണ്ട പണിയല്ലേ ഉള്ളൂ രാവിലെ. അപ്പോൾ നിച്ചൂട്ടി ഉണ്ട്, ആക്റ്റീവായിട്ട് കൂടെ തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ. അഗിയേട്ടനും ഉണ്ട്. സാധാരണ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടാവുന്നുണ്ട് അടുക്കളയിൽ. അമ്മക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ അച്ഛനോടും അമ്മേൻ്റെ അടുത്ത് ഇരുന്നോ നിങ്ങൾ വർത്താനം പറ, നമ്മൾ 4 ആളും കൂടെ കംപ്ലീറ്റ് ചെയ്തോളാം. പിന്നെ അധികം ഇല്ലല്ലോ ഇപ്രാവശ്യം. സാധാരണ നമ്മളെല്ലാ വീട്ടിലും എല്ലാം ചുറ്റിലും എല്ലാം കൊടുക്കുകയെല്ലാം ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കേണ്ടി വരലുണ്ട്. ഇത് മെയിനായിട്ട് നമ്മളൊരു സാമ്പാറും വറവും പിന്നെ ഷീജേച്ചിൻ്റെ പച്ചടിയും അത് മാത്രം ആക്കാൻ ഇത് സെലിബ്രേഷൻ ഇല്ലാത്തതുകൊണ്ടെന്ന് അന്നേ പറഞ്ഞത്. പക്ഷേ എനിക്കൊരു കൂട്ടുകറിയും അവിയലും എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ എനിക്ക് കൂട്ടാൻ ഒരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അതും കൂടി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അമ്മയും തക്കടും പറഞ്ഞു എന്നാൽ പിന്നെ അതും കൂടെ ആക്കാം, ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ അങ്ങനെയാണ് എണ്ണം കൂടിയത്. സാധാരണ സാമ്പാർ മാത്രം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മളെല്ലാവരും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി മുറിക്കുമ്പോൾ ഇവിടെ ഒരാൾ ഇപ്പം സ്വന്തം കഴിക്കാനെന്ന് മാങ്ങ മുറിക്കുന്നു. അതുകൊണ്ടാ നാളെ കണി വെക്കാനുള്ള മാങ്ങയാണ് മുറിച്ച് തിന്നുന്നു. മതിയപ്പ നമ്മള് വലുത് മാത്രം ധരിച്ചാൽ മതിയേ. കുഞ്ഞത് അമ്മ ധരിച്ചോളൂ കേട്ടോ. കുഞ്ഞത് വാവക്കാവൂല, വലുത് മാത്രം വാവ ധരിച്ചോ. നമുക്ക് മതിയായെങ്കിൽ മതിയാക്കിക്കോേ. എല്ലാവരും പണിയെടുക്കുന്ന സമയത്ത് നിച്ചൂട്ടിക്ക് എന്തെങ്കിലും എല്ലാം ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ച് വലുതാകുമ്പോൾ മാറിക്കോളും. നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. എന്നാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ ഞാൻ എന്നാ സഹായിക്കണ്ടേ, എന്നാ സഹായം വേണ്ടേന്ന് ചോദിച്ചുകൊണ്ട് ബാക്കിൽ നടക്കും. അപ്പോൾ ഇത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ വെളുത്തുള്ളി തൊലിക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ നടുവേ കീറി വെക്കുമ്പോൾ നല്ല വൃത്തി ഇരുന്ന് തൊലിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പേടിയാവും. നീ നഖത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയി അമ്മ കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ നഖം വേദന എടുക്കുമല്ലോ. അതുകൊണ്ട് പക്ഷെ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാം നല്ല നീറ്റായിട്ട് തൊലിച്ച് വെച്ച് തരുന്നുണ്ട് കേട്ടോ എൻ്റെ മോള്. അങ്ങനെ ഏകദേശം നാളത്തേക്ക് വേണ്ടിയുള്ള പച്ചക്കറി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി എല്ലാം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് ആയി ഇന്നത്തെ പണിയെല്ലാം. അപ്പോൾ പറഞ്ഞു എന്തായാലും നമുക്ക് സാമ്പാറിനുള്ള തേങ്ങ കൂടി വറുത്ത് വെക്കാം. അങ്ങനെ ആകുമ്പോൾ രാവിലെ അത് അരച്ചാൽ സാമ്പാർ വേഗം അങ്ങ് ആക്കാമല്ലോ എന്ന്. അപ്പോൾ തക്കോട് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിനി. അപ്പോൾ അപ്പുറം പോയപ്പം അയ്യേട്ടൻ കുറച്ച് നേരം ഞാൻ മിക്സ് ചെയ്യുക വറുത്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ നമുക്ക് പണി നീങ്ങുന്ന അറിയില്ല. എല്ലാവരും പ്രത്യേകിച്ച് ആണുങ്ങളും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പം നമുക്കും ഭയങ്കര ആവേശമായിരിക്കും. പക്ഷേ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. ഇങ്ങനത്തെ ആഘോഷ ദിവസങ്ങളിൽ കിട്ടുന്ന സുവർണ്ണ അവസരമാണ് കേട്ടോ ഇതെല്ലാം. കണി മുടക്കാൻ പാടില്ല എന്നല്ലേ എല്ലാവരും പറയില്ല. അതുകൊണ്ട് കണിയും ചെറുതായിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കുമെന്നേ. അമ്മക്ക് വയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫുൾ അമ്മ നമ്മളെ ആക്റ്റീവായിട്ട് കൂടി ഉണ്ടാവുന്നതാണ്. സമയം 10:30 എൻ്റെ മോളിതെ ഇവിടെയെല്ലാം വൃത്തിയാക്കുമെന്നല്ലേ. കണി വെക്കാനാ? അതേടാ, എന്നിട്ട് ഉറങ്ങാം നമുക്ക്. വേഗം ഉറങ്ങാലോ. വാ. ഇതാ എല്ലാം ഓരോരോ പാത്രത്തിലേക്ക് ആക്കിയിട്ടെല്ലാം മാറ്റുന്നുണ്ട്. ഉണ്ണിയപ്പം മാറ്റി, പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൂടെ വെക്കണം. പിന്നെ കുറച്ച് ധാന്യങ്ങളെല്ലാം വെക്കും. അതെല്ലാം ആണല്ലോ മെയിനായിട്ട് വെക്കുക. അപ്പോൾ ബാക്കിയൊക്കെ തക്കൂട് സെറ്റാക്കുന്നുണ്ട്. ഞാനും നിച്ചൂട്ടിയും കിടക്കാൻ പോവാന്ന്. എനിക്ക് കുറേ നേരം ഇരുന്നിട്ട് നല്ല നടുവേന വന്ന്. പച്ചക്കറി അരിയാൻ വേണ്ടി കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നില്ലേ. പിന്നെ നല്ലോണം ടയേർഡായി. ഉച്ചക്കൊന്നും ഉറങ്ങുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നിച്ചൂനായാലും രാവിലെ എണീക്കണ്ടേ. എനിക്ക് കണി കാണാനും എണീക്കുമ്പോഴേക്ക് നല്ല ക്ഷീണം പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കൃഷ്ണനൊക്കെ നല്ല കുട്ടപ്പനായിട്ട് അങ്ങനെ സെറ്റായിട്ടുണ്ട്. വിളക്കിൽ തിരിയാക്കി ഇട്ട് വെച്ച് ബാക്കിയെല്ലാം സെറ്റാണ്. ഇനി രാവിലെ നമുക്ക് കണി കാണുമ്പോൾ കാണാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. അങ്ങനെ പുലർച്ചയ്ക്ക് തന്നെ എണീറ്റ് നമ്മൾ കണിയെല്ലാം കണ്ടു. തലേദിവസം തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനെ. മോൾ ആദ്യം വിളിച്ചപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ അറിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കും കണി കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിച്ചൂട്ടിയും വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാം. അപ്പോൾ മോളും കണിയെല്ലാം കണ്ടിട്ട് വീണ്ടും ഞാൻ മോളെ ഉറക്കാൻ കൊണ്ടുപോയി. പക്ഷേ എണീറ്റ സമയമാകുമ്പോഴേക്ക് നിച്ചൂട്ടിക്ക് നല്ല പനി. ആ ഒരു സമയത്ത് എനിക്ക് ശരിക്കും ടെൻഷനായിട്ട് കിടക്കുന്ന വരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടാ. കണി കാണാൻ എണീറ്റ് ആ സമയത്ത് ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഉണ്ട് മേല് നല്ല ചൂട്. ഇനി ആദ്യം കൊണ്ടുപോയിട്ട് ഉറക്കണം. ഇനി നല്ലൊരു ഉറക്കം കിട്ടിയാലേ ആ ക്ഷീണമൊക്കെ മാറും. മരുന്നൊക്കെ കൊടുക്കാനുണ്ട്.
കണി കാണാൻ രാവിലെ എണീറ്റിട്ട് പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ, വെറുതെ കിടന്നു. പിന്നെ ഉറക്കേ വന്നിട്ടുണ്ടായിട്ടില്ല, നല്ല പടക്കത്തിൻ്റെ സൗണ്ടും എല്ലാം ഉണ്ടായിന്. പിന്നെ എണീറ്റ് വേഗം തന്നെ ബാക്കി ഉച്ചക്കേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാന്ന്. രാവിലെ പുട്ടും ചെറുപയറും കറിയാന്ന്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ആയി. വിഷു ദിവസം രാവിലെ എണീക്കും നമുക്ക് കുറച്ചൊരു ഉഷാറുണ്ടായിനെ, പിന്നെ അതങ്ങ് മാറി. പക്ഷെ രാവിലെ എണീറ്റ് പുട്ടെല്ലാം ഉണ്ടാക്കി വെച്ചാൽ ബാക്കി തക്കടവും വന്ന് നമ്മളെല്ലാവരും കൂടെ ചെയ്യാന്ന്. പക്ഷെ ചാടി ചെയ്യാൻ പറ്റുന്നില്ല, അമ്മക്കും അതെ എനക്കും അതെ. തക്കടവും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും കൂടി എല്ലാം ചെയ്യുന്നുണ്ട്. തലേന്ന് ഒരുക്കി വെച്ചാലുള്ള ഗുണം ഇതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് ഈ തേങ്ങ ചരണ്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയ ഉപകാരമാണ്. വേവുന്ന സമയം കൊണ്ട് വേഗം അരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടി കഴിഞ്ഞാൽ കറി അങ്ങ് ആയല്ലോ. ഇനി ലാസ്റ്റ് കാബേജ് വറവും കൂടി ഉണ്ടാക്കാനുണ്ട്. ചോപ്പറിൽ മുറിക്കാനും നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാനും നിന്നിട്ടില്ല, ചോപ്പറിൽ അങ്ങിട്ട് വിരിക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ആയല്ലോ. അല്ലെങ്കിൽ അമ്മയിലെ നീളത്തിൽ ഇങ്ങനെ ഇരുന്ന് മുറിക്കുക ചെയ്യുക, അപ്പോൾ കുറേ സമയം എടുക്കുമല്ലോ. ചോപ്പറിലായതുകൊണ്ട് വേഗം അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഉച്ചക്കേക്കുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ വിഷു ആയിട്ട് കുഴിയെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം ആയി, ഉച്ചക്കേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇന്ന് വേഗമായി. അല്ലെങ്കിൽ കുറേ സദ്യേൻ്റെ എല്ലാ കറികളും നമ്മൾ ഉണ്ടാക്കില്ലേ. നമ്മൾ ഓൾറെഡി വിഷു ഇല്ല എന്ന് പറഞ്ഞേ, പക്ഷേ ഇന്ന് ഒരു തീരെ മൂടില്ലാത്ത ദിവസമായി പോയി. എന്താണെന്ന് വെച്ചാൽ അമ്മക്ക് ഇന്നലെ പനിയായിട്ട് ഇന്നത്തേക്ക് തീരെ വയ്യ, നല്ല ക്ഷീണമുണ്ട്, അമ്മ കിടക്കുക തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ഒന്നാമത് മൂടില്ല. പിന്നെ ഇന്ന് രാവിലെ പുലർച്ചെ ആകുമ്പോഴേക്ക് കണി കണ്ട് ആക്കുമ്പോഴേക്കുണ്ട് നിച്ചൂട്ടിക്കും മേലെല്ലാം ചെറിയ ചൂട്. അപ്പം മൊത്തത്തിൽ ഡെസ്പായി പോയി, ഒരു ഉഷാറേ ഇല്ല. നിച്ചു ഉറങ്ങി എണീറ്റ് മരുന്നെല്ലാം കുടിച്ച് വീണ്ടും ഉറങ്ങി, നല്ലോണം ഉറങ്ങിയിട്ട് ഇപ്പോൾ 10:11 മണിയാകുമ്പോഴാണ് വീണ്ടും എണീറ്റത്. അതുകൊണ്ട് ഭയങ്കര സങ്കടമായിപ്പോയി. എന്നാലും സാരമില്ല, ഈ വീക്കോട് കൂടി എല്ലാവരും അസുഖം എല്ലാം മാറട്ടെ. അടുത്ത വീക്കാണ് നമ്മളെ കുഞ്ഞുവാവ വരിക, അപ്പോഴേക്ക് എല്ലാവർക്കും എല്ലാം ഓക്കെ ആവട്ടെ അല്ലേ. അച്ഛൻ്റെ അമ്മേൻ്റെയും വകയുള്ള കൈനീട്ടം നമുക്ക് രാവിലെ തന്നെ എല്ലാവർക്കും തന്നിട്ടുണ്ടേ. അതിലാണ് ഐശ്വര്യമായിട്ട് തുടങ്ങിയത് നമ്മൾ. അപ്പോൾ ഇത് ഏട്ടനും തക്കടൂൻ്റെയും കൈനീട്ടം നിച്ചുട്ടിക്ക് കൊടുക്കുവാണേ. അപ്പോൾ നിച്ചുട്ടിക്ക് നാണം പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ വട്ടം പറഞ്ഞിട്ട് പോകുന്നേ ഇല്ല. പണ്ടെല്ലാം ഇത് ഭയങ്കര ആവേശമല്ലേ കൈനീട്ടം. പണ്ടെല്ലാം 10 റുപ്യ 20 റുപ്യ ആയിരിക്കും മാക്സിമം എല്ലാവരും തരിക. പക്ഷെ അത് കിട്ടിയാൽ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും ആ ഒരു സമയത്തല്ലോ. സെയിം ടു യു പറ നിച്ചുട്ടി, സെയിം ടു യു പറ. വിച്ചു കുറച്ച് അമ്മക്ക് തരുമോ? എല്ലാം അച്ഛൻ മേടിച്ചു വെക്കുന്നു മോളെ, അമ്മേൻ്റെതും കൂടെ അച്ഛൻ മേടിച്ചു വെച്ച്. വലിയല്ലേ തന്നെ, പിന്നെ ആദ്യം തിരിച്ചു വയ്ക്കുന്നത് വിളിച്ചോട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനും തക്കണും കൂടെ ഒന്ന് അപ്പുറത്തേക്ക് പോയിട്ട് വരുവാന്ന് തക്കണുൻ്റെ വീട്ടിലേക്ക്. തക്കടു ഇതാ സെറ്റ് മുണ്ടെല്ലാം ഉടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഉടുത്ത് കാണാൻ നല്ല ഭംഗിയാണ്. തക്കടു ഇപ്പോൾ പിന്നെ സാരി ഫുൾ എവിടെ പോകുമ്പോൾ ഇപ്പോൾ സാരിയാണ്, അതിഷ്ടമാണ്. പക്ഷെ ഉടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റാണ് കേട്ടോ, സാരി വൃത്തിക്ക് ഉടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല രസമുണ്ട്. സെറ്റ് മുണ്ടാവുമ്പോൾ നല്ല വൃത്തി കരയോടുകൂടി നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. അങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് അപ്പുറത്തെ മുന്നിലത്തെ വീട്ടിലത്തെ ചെക്കൻ വന്നിട്ടുണ്ട്, ഐമൻ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നാണത്തോടെ ചിരിച്ചുകൊണ്ട് അങ്ങ് ഓടുവാന്ന്. കുഞ്ഞാ അവൻ്റെ കണ്ണൻ കുളിച്ചാ? പനി വെച്ചിനോടാ? അത് പോയപ്പ അല്ലേ? പോയി വൈകുന്നേരം പോവല്ലേ. അമ്മന്റെ കണ്ണിന് നല്ല ദോഷമായിട്ട് കൊച്ചു പനി വന്നു പോയിപ്പ. സാരമില്ല, വന്ന് വെച്ച് നമ്മളല്ലേ. സാരൂല പറയണ്ട, അത് രാവിലെ ചോദിച്ചു. സാരൂല പറഞ്ഞിട്ട് എന്നാ കാര്യം അമ്മേ. ഏട്ടൊരു ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറ എല്ലാവർക്കും. എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്നലെ പറഞ്ഞില്ലേ മോള്, ഇന്നലെ എടുക്കുമ്പോൾ പറഞ്ഞില്ലേ ഒന്നും. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഉച്ചയായിട്ടുണ്ട്, എല്ലാ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അവിയലുണ്ട്, നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പച്ചടിയുണ്ട്, കൂട്ടുകറിയുണ്ട്, അതുപോലെ തന്നെ സാമ്പാറുണ്ട്, കാബേജ് വറവും ഉണ്ട്. ഇതെല്ലാമാണ് ഇന്നത്തെ വിഭവങ്ങൾ. പപ്പടവും കൂടിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ അവിയലും കൂട്ടുകറിയും എക്സ്ട്രാ കയറി വന്നതാണ്. പെട്ടെന്ന് എനിക്ക് കൂട്ടാൻ തോന്നിയിട്ട് ഒരു കൊതിക്ക് ബാക്കി 3 കറി മാത്രം ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിച്ച് ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതാ നല്ല മഴയും വന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പ്, നല്ല കാറ്റും നല്ല തണുപ്പും എല്ലാം ഉണ്ടായി വൈകുന്നേരം ആകുമ്പോഴേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല പനിയാണ് നിച്ചൂട്ടിക്ക്, സന്ധ്യ ആകുമ്പോഴേക്ക് നല്ല ചൂട് വന്നു. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.